सूड सूड चाय നല്ല കാപ്പി നല്ല കാപ്പി അതിന്റെ പേരുടെ കുളമ്പല്ല ഹലോ ഗൈസ് നമ്മൾ എത്തി ഗൈസ് ഇതെത്ര ഉണ്ട് അച്ചുവിന് പഴംപൊരി എനിക്കല്ലേ നിങ്ങളൊന്നും തിന്നില്ലല്ലോ തിരിച്ചു വെച്ചിട്ടുണ്ട് ഓടാൻ വേണ്ടിട്ട് നല്ല ചൂടായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ വയനാടിലേക്കാണ് പോകുന്നത്. എല്ലാവരും ഉണ്ട്, ഫാമിലീസ് എല്ലാവരും ഉണ്ട്. ഇപ്പം സമയം 6:30 സംതിങ് ആണ്. ബാക്കിൽ കൊല ഉണ്ട്, ചായ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളൊരു 6:30 ആകുമ്പോൾ വയനാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ. നമ്മൾ 2 കാറായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ കാറിൽ അച്ചു, കുട്ടു, നീതു, അമ്മയെല്ലാം ഈ കാറിലും, ഞാനും അച്ഛനും ശ്രീയും ഈ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ അവിടെ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡ് നിർത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നേരത്തെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് വയനാട്ടിലേക്കാണ്. പിന്നെ നമുക്ക് തിരുനെല്ലി അമ്പലത്തിലും കൂടി പോകണമെന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. കൊളികാണ്ട ചൂട് ചൂട് ചായ ചായ അമ്മ ഓൾറെഡി സെറ്റാക്കി ഫ്ലാസ്കിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചായയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. നല്ല പുഴ പുഴയോ അത്യാവശ്യം നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കൈ കഴുകാനുള്ളവർക്കെല്ലാം ഇവിടുന്ന് കൈയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. നല്ല വെള്ളമായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തെല്ലാം കാടും എല്ലാം തോന്നുന്നു. കാരണം ഒരു വനപ്രദേശം പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നതും അങ്ങനത്തെ ഒരു ഏരിയ ആണല്ലോ. സോ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് പലതരം ആനിമൽസിനെയും. അപ്പം നമ്മളെ കാറിൽ അച്ഛനും ഞാനും ശ്രീയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ മാറി മാറി ഓടിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ പോവുകയാണ്.
നമ്മളെ കാറിൻ്റെ ബാക്കിൽ കണ്ടോ, നമ്മൾ കായ്ക്കൊലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞി പഴയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ പോകുന്നതല്ലേ, അപ്പോൾ ഇൻ കേസ് എവിടെന്നെങ്കിലും വിശന്നിട്ട് എന്തെങ്കിലും വിശക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ പഴമൊക്കെ ആയിട്ട് വന്നത്. നമ്മളങ്ങനെ നല്ല സീനറി കാണുമ്പോൾ ഇവിടെ നിർത്തിയതാണ്. അവിടെ എന്തോ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, മുത്താറിയാന്ന് തോന്നുന്നു, നമുക്കത്ര അറിയില്ല. ഗൈസ് നമ്മളിവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ടുണ്ട്, നമുക്ക് പാടം എല്ലാം കാണാൻ വേണ്ടി. നല്ല സ്ഥലം. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മളെ കാപ്പി തോട്ടാണ്, തേയിലത്തോട്ടാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ വേറെ റൂട്ടിലും കുട്ടൊക്കെ വേറെ റൂട്ടിലും വന്നുകൊണ്ട് നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് സ്ഥലത്ത് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാളും ഒന്നിച്ചായപ്പോൾ നമ്മൾ ഒന്നിച്ച് പോകാൻ തുടങ്ങി. പിന്നെ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ കാറിൽ പോയി. പിന്നെ ഞാനും ശ്രീ മാത്രമായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ റോഡ് ട്രിപ്പ് പോവലിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കാറിലൊക്കെ പോകാൻ. ഇപ്പം നാട്ടിൽ വന്ന സമയത്ത് ആയതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് വന്നെയാണ് വയനാട്ടിലേക്ക് പോകാന്നുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ എന്താ പറയുക, ഈ സഡനായിട്ട് പ്ലാനാക്കി പോയതാണ്. കാരണം നമ്മളെ കസിൻ ഉണ്ടല്ലോ, അച്ചു, അമ്മാമൻ്റെ മോൻ, ഓനിപ്പം കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നാട്ടിൽ വന്നതാണല്ലോ. അപ്പോൾ എല്ലാവരും തിരിച്ചു പോകാനായി. അപ്പം എവിടെയെങ്കിലും നമുക്ക് ട്രിപ്പൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് എൻ്റെ തറവാട്ടിൽ തെയ്യമൊക്കെ ഉണ്ടായത്. ആ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഇന്ന് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് പ്ലാൻ മാറ്റി, കാരണം അച്ചുവിന് പെട്ടെന്ന് പോകാനായി തിരിച്ചിട്ട്. നമ്മൾ കാപ്പി കുടിക്കാൻ നിർത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി എത്ര ഉണ്ട് ശ്രീ പോവാൻ വയനാട്ടേക്ക്? കുറച്ചേ ഉള്ളൂ. കോഴിച്ചങ്ക് ഒന്നുകൂടി അതല്ലേ പറഞ്ഞപ്പോ ഇവരോട് ചോദിച്ചേ. മതിയില്ലേ? അച്ഛോ അപ്പൊ 5 പറഞ്ഞു, നിങ്ങൾക്കൊന്നും വേണ്ടേ? നല്ല കാപ്പി. ആ കുളമ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്, അത് നോക്കറോ അച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്ലാസ് കൊണ്ട് പോയാലും നല്ലില്ലേ? അങ്ങനെ നമ്മൾ ഒരു അടിപൊളി കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മളെ റിസോർട്ടിലേക്ക് എത്താൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. ഇനി കുട്ടാ ബോർഡർ എത്തിയാൽ നമുക്ക് റിസോർട്ടിലേക്ക് എത്താനായി എന്നാണ് അർത്ഥം. കുട്ടാ ബോർഡർ എത്തി, വയനാട്ടിൽ കടന്നു. അങ്ങനെ നമ്മൾ കുട്ടാ ബോർഡർ എത്തിയാൽ ഏകദേശം വയനാട് എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. നല്ല നല്ല പാടും കുറേ പശുവിനെല്ലാം കാണാൻ പറ്റും നമ്മളീ പോകുന്ന വഴിയിൽ. സൂപ്പർ സ്ഥലം, എന്ത് ഭംഗി. നമ്മൾ നല്ല സീൻ പിടിക്കുമ്പോൾ ഉണ്ട് മറ്റേ ആമയൊക്കെ ഇങ്ങനെ തല പുറത്തിടുന്ന പോലെ ഒരാൾ പുറത്തിടുന്ന തല. അങ്ങനെ നമ്മൾ ഇന്ന് മാനിനെ കണ്ടു. നമ്മൾ കുറേ ആനിമൽസിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നുകൊണ്ടുണ്ടായത്. നമ്മളങ്ങനെ ഒരു ഉച്ച ആകുമ്പോഴത്തേക്കാണ് കേട്ടോ റിസോർട്ടിലേക്ക് എത്തിയത്. അങ്ങനെ നമ്മൾ കീയൊക്കെ വാങ്ങിച്ച് റൂമിലൊക്കെ കയറി. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഹലോ ഗായ്സ്, നമ്മൾ എത്തി ഗായ്സ്. പറ എവിടെത്തിയേ?
രണ്ട് സുന്ദരിമാരെടുത്തൊരു കളവി. അമ്മ അങ്ങനെ പല കോമഡീസും പറയും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ എന്താ റിസോർട്ടൊന്ന് നമുക്ക് ഇറങ്ങിയിട്ടൊന്ന് ആസ്വദിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ ഒന്ന് എന്താ കീയൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മെയിനായിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷ്ടായോ? പേര് അച്ഛൻ്റെ അശോക് അറിഞ്ഞു കൊടുത്ത വീട് കാണാം. എൻ്റെ അച്ഛൻ്റെ പേരുള്ള റൂമാണ് ഗൈസ്. മണ്ണിൽ കിടക്കല. അങ്ങനെ നമ്മൾ റൂമൊക്കെ കണ്ട് നമ്മൾ ഒരു കുട്ടി റൂമാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് 1 ഡേ ട്രിപ്പിനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ കല്യാണവും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് കുറേ ദിവസമായില്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ വയനാട് ട്രിപ്പ് പ്ലാൻ ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ രാവിലെ വന്നല്ലേ, കാര്യമായിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് തിരിച്ചിട്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയിട്ട് പിന്നെ രാത്രിക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ ഒന്ന് കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനയൊക്കെ വരുന്ന സ്ഥലമാണ്, നല്ലോണം നോക്കാനുണ്ട്. രാത്രിക്ക് വേണമെങ്കിൽ എന്താ ഡ്രൈവ് മറ്റേ ജീപ്പിലൊക്കെ പോയി കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റി. പൈസ കൊടുക്കാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നൈറ്റ് അവർ കാറൊന്നും പുറത്ത് വിടൂല എന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലായിടത്തും മറ്റേ കറണ്ടിൻ്റെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ആന വരുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ നമ്മളങ്ങനെ മാനിനെ കണ്ടു. പിന്നെ എന്തൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് ഏതെല്ലോ മൃഗങ്ങളും കുറച്ച് എന്തൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോവാന്ന്. അപ്പം ഇന്നത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ നമ്മൾ ഇന്ന് അമ്പലത്തിൽ കയറാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അമ്പലത്തിൽ നാളെയാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ചന്തയൊക്കെ പോയി ജസ്റ്റ് കാണാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നോക്കറ എത്ര രസമുണ്ട് നമ്മൾ ഈ സ്ഥലം നോക്ക്, ഭയങ്കര രസമാണ്. ഈ ടൈം ആകുമ്പോഴത്തേക്കും ഏകദേശം നല്ല തണുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ തണുത്ത് വരച്ചത് പൂളിൽ പോയപ്പോഴാണ്. പൂളിൽ പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് മരിച്ചു പോയിനി. നല്ല ഉണ്ണിയപ്പം കിട്ടും കഴിച്ചിനാ മുമ്പ്. ഇത് എത്രക്ക് ഉണ്ട്? നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ടില്ലേ കുട്ട ബോർഡർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മന്തി, ബിരിയാണി, പൊറോട്ട അതൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. കുളിക്കാൻ പോവാണ്. എനിക്ക് വെള്ളം കുറച്ച് പേടിയായതുകൊണ്ട് ഞാനാദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായത്. വെള്ളത്തിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓനെ തട്ടി നടന്നു.
അങ്ങനെ നമ്മൾ പൂളിൽ കുളിയൊക്കെ പാസ്സാക്കിയിട്ട് റൂമിൽ വന്ന് കുളിച്ചിട്ട് ആകുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും വിറച്ചിട്ട് അങ്ങ് എന്താ ആർക്കും സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര തണുപ്പായിരുന്നു രാത്രി ആകുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ പോയിട്ട് കുറച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ക്യാരംസ്, ലുഡോ ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നൈറ്റ് കളിക്കാമെന്ന് വിചാരിച്ചു. ആ ടൈം നമ്മൾ അമ്പലത്തിൽ പോയി വരാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചന്തയിലൊക്കെ പോവാമെന്ന്. നമ്മൾ ചന്ത ഉണ്ടാവുന്ന പ്രതീതി കുട്ടു ഒരു പ്രാവശ്യം ഇങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് ബൈക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്ലേസ് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് എളുപ്പമായിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി പാർക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചന്തയിലൊക്കെ മെല്ലെ ആടുന്ന ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ചെറിയ പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. അച്ചുവിന് പഴംപൊരിയും ചായയും കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. അച്ചുവിന് പഴംപൊരിയും ചായ. അതെ, എനിക്കല്ലേ? നിങ്ങളൊന്നും തിന്നില്ലല്ലോ? ഇല്ല 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 ഇല്ല, പഴംപൊരി ഞങ്ങൾ തിന്നില്ല. ഓക്കെ, ചായ കുടിക്കില്ലല്ലോ? ചായ കുടിക്കും, പഴംപൊരി ഒന്നുമില്ല. ഇല്ല. അപ്പൊ എന്ത് ഗോളി വെച്ച ഗോളിക്ക? ഇല്ല, ചായ മാത്രം. ഓളൊന്നും തിന്നില്ലല്ലോ? ഓള് പഴംപൊരി വേണ്ടില്ല, ചായ ഒരു ചായ മാത്രം മതി. അച്ചു വയനാട് കണ്ടില്ല, വയനാട് കാണിക്കാൻ വയനാട് തിരുനെല്ലി അമ്പലം. ഇതാണ് അമ്പലം. വയനാട്ടിൽ എന്താണ്ട് ഗൈസ് ഇവിടെ ചാർലീനെ പോലെ എല്ലാരും കാണുന്നുണ്ട്. കൊറേ ഫ്രണ്ട്സുമായിട്ട് വരുന്നുണ്ട്. നേരത്തെ വേറൊന്നിന് ഉണ്ണിയപ്പം കൊടുത്തു. മക്കളും ആയിരിക്കണം. കൊറേ ആൾക്കാരുണ്ട്. ചായ കുടിക്കാം. കഴിക്കണം. ഓരോരോ രണ്ടാഴ്ചയായിട്ടുണ്ട്. കാർഡ് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇവിടെ ചായ ഉണ്ടാക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. നല്ല ചായ. കാർഡ് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യാൻ നമ്മളങ്ങനെ പുറത്തുനിന്ന് എന്തോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ ചന്തയിൽ കയറിയിട്ട് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ചന്തയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ പോവാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ ഫുഡ് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മളിപ്പോൾ ലുഡോ ആണ് കളിക്കുന്നത്. ഇവന് കളിയൊന്നും അറിയില്ല. 5-ലൊന്നും കളിയില്ല. ഓള് 5-നെയാണ് ഇതാ 6-3-6. ഇതാണ് അടുത്ത ഗൈസ്.
ചളിയുണ്ട് ഗൈസ്, ചളിയുണ്ട് ഗൈസ്. മുത്തു കള്ളക്കളി കളിച്ചു ഗൈസ്, മുത്തു കള്ളക്കളി കളിയാണ് ഗൈസ്. അഞ്ചിനെ ഇപ്പൊ 40. ഈ വീഡിയോ ഓണറിന് ലിമിറ്റ് ഉണ്ട് ഗൈസ്, 1 മിനിറ്റ് കൂടുതൽ ഉണ്ടാവരുത് എന്ന് ഭയങ്കര റിക്വസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ പോയി ഇതാ അമ്മണിയെ കൊത്താൻ വേണ്ടി അഞ്ചിനെ പുറകെ വന്നിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും തീരാറായി. നോക്കൂ, മുഖം പൊത്തി നിൽക്കുന്നു. വീണ്ടും 1 കിട്ടും. ഞാൻ ജയിച്ചത് മുത്തൂര് 2 നിരാശ. കൊത്താൻ കഴിയില്ല. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ അശോകവനി വിട്ടിട്ട് ഇന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ സ്റ്റേ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് എനിക്കും എൻ്റെ ചേച്ചിക്കും എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുള്ള ഒരു പൂജ ഉണ്ട്, സത്യനാരായണ പൂജ ഉണ്ട് മല്ലത്തമ്പലത്ത്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് അങ്ങോട്ട് പോയിട്ട്, അപ്പോൾ ഇന്ന് വ്രതത്തിലാണ് നമ്മൾ. ഭാര്യ എടുക്കുന്നതുകൊണ്ട് ഭർത്താവ് എടുക്കണം എന്നുള്ളതുകൊണ്ട് സ്ത്രീയും ഒന്ന് വ്രതത്തിലാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോകുന്നു. ഇവിടുന്ന് 5 മണിക്കൂറുണ്ട് കാസർഗോഡേക്ക്. എന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ വൈകുന്നേരം എല്ലാം ആകുമ്പോഴത്തേനും നമ്മൾ അമ്പലത്തിൽ പോവും. ഒരു 2-3 മണിക്കൂർ പൂജ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് തിരുനെല്ലി അമ്പലത്തിലേക്കാണ്. ഇന്നലെ വൈകുന്നേരം പോയ അമ്പലത്തിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കയറാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. തണുപ്പ് ഇന്ന് നല്ലോണായിട്ട് ഇങ്ങോട്ട് നമ്മളങ്ങനെ ഇപ്പോൾ പോകുന്ന വഴിക്കുണ്ടല്ലോ വലിയൊരു മുള്ളം പന്നീനെ കണ്ടു കേട്ടോ. അതാണ് നമ്മൾ മെല്ലെ പോകുന്നുണ്ടായത്. മിനി ഫ്രണ്ട്സ്. അപ്പോൾ ഈ ചന്തയിലായിരുന്നു നമ്മൾ ഇന്നലെ സാധനം വാങ്ങിക്കാൻ പോയതെടുത്ത്. നല്ലൊരു വെല്ലിച്ചനായിരുന്നു. അപ്പോൾ വെല്ലിച്ചന് നമ്മളെ ഇന്നും മനസ്സിലായിട്ടില്ല, നമ്മൾ നേരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് അമ്പലത്തിലേക്ക് വന്നു. രാവിലെ വേറെ തന്നെ വ്യൂ ആണ്, വൈകുന്നേരം വേറെ തന്നെ വ്യൂ ആണ് ഉണ്ടായിരുന്നത്. നമ്മളങ്ങനെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തി. പാർക്ക് ചെയ്യുന്നുണ്ട്, നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിൽ കയറുന്നതാണ്. ഇപ്പം അവിടെ നേരത്തെ കണ്ട പായസമില്ലേ, അത് ഇവിടുത്തെ അവരെന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പായസം ഇങ്ങനെ വിറ്റ് കൊടുക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. നമ്മൾ പോകുമ്പോൾ പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൽ എത്തി, പ്രദക്ഷിണം വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. സജ്ജികയാണ് ഉണ്ടായത്, നല്ല ഉണ്ടായിരുന്നു ഫുഡ്. അച്ചു സജ്ജികേനെ പറ്റിയിട്ട് 2 വാക്ക്. സജ്ജികേനെ പറ്റിയിട്ട് 2 വാക്ക്. നമ്മൾ എല്ലാം ഫുഡെല്ലാം കഴിച്ചു. നമുക്ക് എന്തുണ്ടായത്? സജ്ജിക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സജ്ജിക നമ്മളിവിടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാന്ന്. നമ്മൾ തിരിച്ചു പോവാണ്. ഒക്കെ കഴിഞ്ഞു, ചായയൊക്കെ കുടിച്ചു. ഭയങ്കര ആളുണ്ട്. അവിടുന്ന് പായസമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാന്ന് കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്കുണ്ട് നമ്മളെ ഫ്രണ്ടിലുള്ള എല്ലാ വണ്ടിയും നിർത്തിയിട്ടിട്ട്. അപ്പോഴത്തേക്ക് ആരാടാ ഗൈസ്. അപ്പം നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്ത ആളിതാ ഇപ്പൊ വന്നിരിക്കുന്നു.
ആന ഉണ്ട് ഗൈസ്, ഒറ്റക്കൊമ്പൻ. അതങ്ങാടാ. തിരിച്ചു വെച്ചിട്ടുണ്ട് ഓടാൻ വേണ്ടിട്ട്. ഇങ്ങോട്ടേക്ക് വിടുന്നില്ല. അങ്ങനെ ആന തിരിഞ്ഞതും ജീവനം കൊണ്ട് എല്ലാരും വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്കാണ്. പക്ഷെ നമ്മളെ മുമ്പിലുണ്ടായ അച്ചുവിനെ കാണണോ നിങ്ങൾക്ക്? നിക്കണേ, കാണുന്നില്ലല്ലോ ആനേനെ. വേണ്ട, നിങ്ങൾ നോക്കണ്ട. ആന പോയി ഗൈസ്, ആന പോയി. ആന താഴെ ഇറങ്ങി. പോയിക്കോ 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 പോയിക്കോ. അങ്ങനെ ആന താഴെ അതിന് വേണ്ട ഫുഡ് അത് എടുത്തതിന് ശേഷം താഴെ ഇറങ്ങി കേട്ടോ. ആ താഴെ ഇറങ്ങിയപ്പാട് അത് നിന്ന് കാണുമ്പോൾ എനിക്ക് ചിരി വന്നിട്ട് ഇപ്പം കഴിഞ്ഞിട്ടില്ല. അത് മറ്റൊരുമാതിരി സ്റ്റാച്ചു പോലെ അവിടെ നിന്നിട്ടുണ്ടായത്. വലിയ കൊമ്പൊക്കെ ആയിട്ട് കാണുമ്പോഴേ പേടിയാന്ന്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആനയൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ നമ്മൾ കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നലെ മുതലേ ഓരോരോ മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ കൊമ്പിന്ന് 2 കുരങ്ങന്മാർ കൂടി അടികൂടുന്നു. ഇന്നലെ നമ്മൾ അമ്പലത്തിൽ പോയ ആ സൈഡും ഉണ്ടായിരുന്നു കുരങ്ങന്മാർ. പിന്നെ ഇന്നിപ്പോൾ കുറേ കുരങ്ങന്മാർ കണ്ടു. ഇന്നലെ നമ്മൾ വരുമ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു കുരങ്ങന്മാർ. ഇന്നലെ കാപ്പി കുടിച്ച് സെയിം സ്ഥലത്താണ് ഇന്നും നിർത്തിയിട്ടുള്ളത്. ഇന്നത്തെ കാപ്പി അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഇന്നും നമ്മളെടുത്ത് തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അങ്ങനെ കാപ്പി കുടിക്കാൻ ഇന്നലെ നിർത്തിയെടുത്ത് സെയിം സ്ഥലത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അച്ഛനൊരു കാര്യം കാണിച്ചു തന്നെ. ഫുള്ള് കാപ്പിക്കുരു അവർ വെയിലത്ത് ഉണക്കാൻ ഇട്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ചൂട് നോക്കണം. നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിയതല്ലേ. രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ സജ്ജിക അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഉച്ച സമയമായി. അപ്പോൾ നമ്മൾ ഹോട്ടലിലാണ് നിർത്തിയിട്ട് ഉണ്ടായിരുന്നത്. ഉടുപ്പി ഹോട്ടലിൽ നമ്മൾ നിർത്തിയിട്ട് ഫുഡ് കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മളെ നാട്ടിൻ്റെ ബോർഡർ എത്തിയപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചായ കുടിച്ചു. അപ്പോഴത്തേക്ക് സമയം 5 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എനിക്ക് വീട്ടിലെത്തിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്കിന്നൊരു പൂജ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാവിലെ. അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ട് കുളിച്ചിട്ടൊക്കെയാണ് ഇനി നമ്മൾ പൂജയ്ക്ക് വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. നമ്മൾ ഈ വഴിയിൽ നമുക്ക് 2 വഴിയിലേ വീട്ടിലേക്ക് വരാം. നമ്മൾ ഈ വഴിയിലും കുട്ടുമെല്ലാം മറ്റേ വഴിയിലേയും വന്നു. ആര് ഫസ്റ്റ് എത്തുന്നേ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം ഞങ്ങളിപ്പോൾ അമ്പലത്തിലേക്ക് പോകട്ടോ. നമുക്ക് എല്ലാവർക്കും ഗേറ്റ് തുറക്കാൻ മടിയാണ് ഗൈസ്. അപ്പോൾ ഇവൻ പറഞ്ഞു നമുക്ക് കുറച്ച് സ്ലോ ആക്കാം. ഇവരാദ്യം എത്തിയാൽ ഇവർ ഗേറ്റ് തുറക്കുന്നത്. അങ്ങനെ നമ്മളവിടെ നിർത്തിയിട്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.